പ്രേമലല്ലാട്ടോ, ഒരുമാതിരിപ്പെട്ട എല്ലാ മേഖലയിലും അമേരിക്ക നമുക്ക് പണി തന്നിട്ടുണ്ട്. ഇപ്പോൾ IT മേഖലയിലും കൈവച്ചേക്കാണ് അമേരിക്ക. IT മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് IT ആളുകൾ അമേരിക്കയിലൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. പല അമേരിക്കൻ കമ്പനികളിലും ഇന്ത്യയിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിൽ വലിയ തോതിലുള്ള ഒരു ആളുകളുടെ ഒരു തള്ളിക്കയറ്റമുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ മേഖലയെ കൈവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നഷ്ടം അത് എത്രത്തോളം ഇന്ത്യയെ ബാധിക്കും? അമേരിക്കയിൽ ഒരുപാട് IT സ്ഥാപനങ്ങൾ ഉണ്ട്. അതിൽ പലരും തൊഴിലെടുക്കുന്നത് ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്. കാരണം ഇന്ത്യക്കാർക്ക് താരതമ്യേന കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഘടകം. അതുകൊണ്ടാണ് ഇത്തരം ഇന്ത്യയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ കൂടുതലായിട്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലിക്ക് വെക്കാനുള്ള പ്രധാന കാരണം. ഈ IT മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരുന്ന മേഖലയാണ്, നമുക്കറിയാവുന്നൊരു സംഗതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് താരതമ്യേന കുറച്ച് ശമ്പളം കൊടുത്താൽ ജോലിക്ക് കിട്ടുന്ന ആൾക്കാർ ഇന്ത്യയിൽ നിന്നുള്ള, അതുമാത്രമല്ല ഇന്ത്യയിലാണ് കുറേ കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഉള്ളതെന്നാണ് അമേരിക്ക മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാരെ പരമാവധി അവർ ജോലിക്ക് എടുക്കുന്നുണ്ട്, കുറേയധികം പേർ അവിടെ ജോലി എടുക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ രണ്ട് തരത്തിലാണ്. ഒന്ന്, അമേരിക്കയിൽ പോയി അവിടുത്തെ ഒരു സ്ഥാപനത്തിൽ ജോലി എടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി ജോലി എടുക്കുക. അപ്പോൾ അതിനെ ഔട്ട്സോഴ്സിംഗ് എന്നാണ് വിളിക്കുക. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയും. അപ്പോൾ അവിടെ US ഒരു സെനറ്റർ, അദ്ദേഹം ജാക്ക് പൊസോബെക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ട്രംപിൻ്റെ പുതിയ നികുതി നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ഔട്ട്സോഴ്സിങ് ചെയ്യുന്ന, അതായത് ഈ പുറം കരാർ കൊടുക്കുക എന്നാണ് അവന് മലയാളം, അതിനൊക്കെ താരിഫ് ബാധകമാണ് എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അത് ഇന്ത്യയിലുള്ള IT പ്രൊഫഷണലുകളെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പുതിയ നികുതി നിർദ്ദേശപ്രകാരം ഈ ഫോറിൻ റിമോട്ട് വർക്ക് എന്നാണ് പറയുക. അതായത് വിദേശത്ത് നിന്ന് നമ്മുടെ TV റിമോട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ ഫോറിൻ റിമോട്ട് വർക്ക്, ഔട്ട്സോഴ്സ്ഡ് ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ഇതിന് പ്രധാനമായിട്ട് ബാധിക്കും. അതേപോലെ തന്നെ ഈ H1B വിസ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് അമേരിക്കയിലുള്ള ഒരു സ്ഥാപനം അവർക്ക് മറ്റേതെങ്കിലും രാജ്യത്തു നിന്ന് ഒരു തൊഴിലാളിയെ അവർക്ക് വേണമെങ്കിൽ ആ ആവശ്യം പറഞ്ഞുകൊണ്ട് അനുവദിക്കുന്ന വിസയാണ് H1B വിസ എന്ന് പറയുന്നത്. അപ്പോൾ ആ H1B വിസയുടെ നടപടിക്രമങ്ങളിലും കുറേ ഭേദഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ നിലവിലെ ഗ്രീൻ കാർഡ് ഉടമകൾ, അതായത് ഏതാണ്ട് അമേരിക്കൻ പൗരനായി മാറിയതുപോലെയാണ് ഗ്രീൻ കാർഡൊക്കെ കിട്ടിയാൽ അവർക്കിത് ബാധകമാണ്. പിന്നെ താൽക്കാലിക വിസ എടുത്ത് കുറച്ച് കാലത്തേക്ക് അവിടെ ജോലി ചെയ്യാം എന്ന് പറഞ്ഞ് ചെല്ലുന്നവർക്കും ഈ ഒരു നികുതി നിർദ്ദേശത്തിൻ്റെ അനന്തരഫലം അവർക്കുണ്ടാകും എന്നുള്ളതാണ്. ഒരുപാട് പേര് അമേരിക്കയിൽ ഈ IT മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാകാം. ഇപ്പോൾ കോഡിംഗ് എന്ന് പറയുന്ന പുതിയ സാധനമുണ്ട്, അപ്പോൾ അതിൽ കോഡർമാരുണ്ടാകും. പിന്നെ ഈ ഡാറ്റാ സയൻറ്റിസ്റ്റുകളുണ്ട്, അതേപോലെ IT കൺസൾട്ടൻറ്റുമാരുണ്ട്. ഇവരെ എല്ലാം പോരാത്തതിന് വിദ്യാർത്ഥികളുണ്ട്, പാർട്ട് ടൈം ആയിട്ട് IT സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഇത്തരത്തിൽ ഈ താരിഫ് ഏർപ്പെടുത്തി അല്ലെങ്കിൽ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമീപനം അമേരിക്ക സ്വീകരിക്കുന്നതോടെ അതിൻ്റെ അനന്തരഫലം ഉണ്ടാകാൻ പോകുന്ന ഈ IT മേഖലയ്ക്ക് മുഴുവനായിട്ടാണ്. കാര്യം ഈ കുറഞ്ഞ വേതനത്തിൽ പണിയെടുക്കുന്നവർക്കൊക്കെ ഇത്തരത്തിൽ നിരുത്സാഹപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കരാറുകളൊക്കെ റദ്ദാക്കേണ്ടി വരും. കാരണം നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണല്ലോ. അപ്പോൾ ഉയർന്ന വേതനത്തിൽ അവർ മറ്റുള്ളവർക്ക്, അതായത് അമേരിക്കൻ സ്വദേശികളായിട്ടുള്ളവർക്കൊക്കെ തൊഴിൽ കൊടുക്കേണ്ട സ്ഥിതിയൊക്കെ വരും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഉള്ള ഒരു ഈ IT മേഖലയിൽ മൊത്തത്തിലൊരു മരവിപ്പിന് കാരണമായേക്കാവുന്ന നിർദ്ദേശമാണ് ഇത്. അമേരിക്കയിലെ IT വ്യവസായത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ IT വ്യവസായത്തിന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായി IT മേഖലയിൽ വലിയൊരു മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു തീരുമാനമാണ് ഈ അമേരിക്ക എടുത്തേക്കുന്നതെന്നുള്ളതാണ്. ഈ ചില ഇന്ത്യൻ കമ്പനി TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ അത്തരത്തിൽ TCS, വിപ്രോ, പിന്നെ കോഴ്സിനെറ്റ്, HCL തുടങ്ങിയ കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ അമേരിക്കയിൽ ഈ H1B വിസ വാഗ്ദാനം ചെയ്ത് ഇവിടെ നിന്നുള്ള ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളിൽ പ്രമുഖരായിട്ടുള്ളവർ. ആയിരക്കണക്കിന് പേർ ഈ മേഖലയിൽ ഇന്ത്യക്കാരായിട്ടുള്ളവർ അമേരിക്കയിൽ IT മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. അപ്പോൾ അവരുടെയൊക്കെ തൊഴിൽ സുരക്ഷിതത്വത്തിനെ ബാധിക്കുന്ന തരത്തിൽ ഉള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വരുന്നത്.
അപ്പോൾ ഇത്ര വലിയൊരു നികുതി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താങ്ങാനാവാത്ത ഭാരമാണ് ഇവരുടെ മേൽ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തൊഴിൽ അനാകർഷകമാകും. അവർ ആ തൊഴിൽ വിട്ടിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇത്തരത്തിൽ നികുതി ഭാരം ഏൽക്കേണ്ടി വരാത്ത രാജ്യങ്ങളിലേക്ക് മാറിപ്പോകാനാണ് സാധ്യത. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ക്ലൗഡ് മാനേജ്മെൻറ്റ്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, അപ്പോൾ ഈ മേഖലകളിലൊക്കെ അതിവിദഗ്ധരായിട്ടുള്ള ജീവനക്കാർ കിട്ടുന്നത്, ചിലവ് കുറഞ്ഞ് കിട്ടുന്ന ഒരു മേഖല ഇന്ത്യയാണെന്നുള്ളത് കൊണ്ടാണ് ഈ IT മേഖലയിലുള്ളവർ ധാരാളമായി അമേരിക്കയിൽ തൊഴിലന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ ഈ IT മേഖലയിൽ താരതമ്യേന ഉയർന്ന ശമ്പളം കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ഒരു മേഖലയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇന്ത്യക്കാരെ ഹയർ ചെയ്യാനുള്ള പ്രധാന കാരണം താരതമ്യേന മറ്റുള്ള രാജ്യക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ വേതനം മതിയാകും ഇന്ത്യക്കാർക്ക് എന്നുള്ള കാര്യം. നമ്മൾ ഈ ഡോളർ റുപ്പി കമ്പാരിസൺ നോക്കുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. ഒരു ഡോളർ ഇവിടെ ഏതാണ്ട് 89-90 രൂപ വിലയുണ്ട്. അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള ശമ്പളം കിട്ടുമ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ളവർ സന്തോഷിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യക്കാരെ അവർ കാര്യമായിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായി എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ പ്രവാസികളെ കുറിച്ചൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പണത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഈ അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദേശ പണം ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതിലേറിയ പങ്കുമുള്ളത് ഈ IT പ്രൊഫഷണലുകൾ അയക്കുന്ന പണമാണ്. ഇന്ത്യയിലോട്ട് വരുന്ന വിദേശ പണത്തിൻ്റെ ഏതാണ്ട് 28%, 27.7% അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള IT മേഖലയിൽ, അല്ലെങ്കിൽ അമേരിക്കയിൽ തൊഴിലെടുക്കുന്ന ഇന്ത്യക്കാർ അയച്ച പണമാണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു US സെനറ്റർ നൽകിയ ഒരു മുന്നറിയിപ്പ്, ജാക്ക് പോസബെക്, അതായത് എല്ലാത്തരം ഔട്ട്സോഴ്സിങ്ങും ഈ താരിഫിൻ്റെ പരിഗണനയിൽ വരുന്ന സംഗതിയാണ്. ഈ ഒരു പ്രസ്താവന അവിടുത്തെ തന്നെ ട്രേഡ് ആൻഡ് മാനുഫാക്ചറിങ് സീനിയർ കൗൺസിലർ പീറ്റർ നാവരോ, അയാൾ ഒരു പ്രശ്നക്കാരനാണ്. കാര്യം ഈ ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ച നികുതി നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ വ്യാപാര യുദ്ധത്തിൻ്റെയൊക്കെ സൂത്രധാരൻ ഈ പീറ്റർ നാവരോ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വിവാദ പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി ലാഭമുണ്ടാക്കുന്നത് ഇന്ത്യയിലെ ബ്രാഹ്മണരാണ് എന്നൊക്കെ പറഞ്ഞ വിവാദ പ്രസ്താവന നടത്തിയ ആളാണ് പീറ്റർ നാവരോ. ഈ പീറ്റർ നാവരോ ഈ നേരത്തെ പറഞ്ഞ US സെനറ്റർ ജാക്ക് പോസബെക്കിൻ്റെ പ്രസ്താവന ഏറ്റുപിടിച്ചിട്ടുണ്ട്. അതായത് അയാൾ പറയുന്നത് ഇതേ തരത്തിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സർവീസ് ഉള്ള എല്ലാത്തിനും താരിഫ് ബാധകമാണെന്നുള്ള അയാളുടെ പ്രസ്താവന ഇയാൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ നയം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ വലിയൊരു കരിയർ സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ ഒരു ജീവിതം സ്വപ്നം കണ്ട് IT മേഖല തിരഞ്ഞെടുക്കുന്നവർക്ക് തൽക്കാലം അത്ര പ്രതീക്ഷ നൽകുന്ന വാർത്തയല്ല അമേരിക്കയിൽ നിന്ന് വരുന്നത്. ട്രംപിൻ്റെ നികുതി നിർദ്ദേശങ്ങളിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ചുമത്തിയേക്കുന്ന 50% വരെ നികുതിയാണല്ലോ. അപ്പോൾ അതിൽ ഈ പറയുന്ന IT മേഖല ഉണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ആശങ്കയുണ്ട്. ഒരു പക്ഷേ ഇന്ത്യ അമേരിക്ക ഒരു വ്യാപാര കരാർ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അധികം അതിന് ആയുസ് ഉണ്ടാകില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് ഒരു നവംബർ-ഡിസംബർ കാലയളവിൽ ഇത് പരിഹരിക്കപ്പെടും എന്നുള്ള സൂചനകളും വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം അങ്ങനെ കരുതി ആശ്വസിക്കാം. ഒരു പ്രശ്നപരിഹാരം ഉടനെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം.